ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വഴിവക്കില് പൊതിച്ചോറ് വിറ്റ് പണം വാങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം മാധവേട്ടനും കഴിച്ചു, കൂട്ടുകാർക്കും കൊടുത്തു എന്ന് പറഞ്ഞത് സത്യമാണോ? സത്യമാണ്. ഭക്ഷണം കഴിച്ചു കൂട്ടുകാരൊക്കെ നിന്റെ പാചകകലയെ പുകഴ്ത്തിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ആ, അത് പറഞ്ഞപ്പോ മാധവേട്ടന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് സന്തോഷം കൊണ്ടല്ലായിരുന്നു. പിന്നെ എന്താ മാധവേട്ട ആ കണ്ണീരിന്റെ പിന്നില്? അത് പിന്നെ ഒക്കെ നിന്റെ തോന്നലുകളാ ചന്ദ്രു. ഞാൻ അങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല. അഥവാ കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ അത് സന്തോഷ കണ്ണീര് തന്നെ ആയിരുന്നു. ചന്ദ്രു, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നമ്മുടെ ഈ റൊമാൻസിന്റെ മൂഡ് കളയാതെ. നിന്റെ കൈ കൊണ്ട് തന്നെ പകുതി ലഡു എനിക്ക് താ, എന്നിട്ട് നീയും കഴിക്കേ. അതാണല്ലോ നമ്മുടെ പതിവ്. നിങ്ങളുടെ റൊമാൻസിന്റെ ഇടയിൽ എനിക്ക് അങ്ങോട്ട് വരാവോ? റൊമാൻസോ? വാ കാന്താരി. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? കുറുമ്പി മോള് കഴിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അച്ഛാ, അമ്മേ, എല്ലാവരും ഒന്ന് വന്നേ. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നീ എന്തിനാ വിളിച്ചത്? അങ്ങനെ വിളിക്കാറ് പതിവില്ലല്ലോ. പതിവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ലഡു എവിടുന്നത്? അതറിയാനാണ് വിളിച്ചത്. ഇത് പറന്നു വന്നതൊന്നും അല്ല. മാധവേട്ടൻ ജോലി ചെയ്ത് കിട്ടിയ കാശ് കൊടുത്ത് വാങ്ങിയതാ. അല്ല, അച്ഛൻ എന്താ ജോലി? എവിടെയാണ് ജോലി? ആ, എല്ലാവരും ഉണ്ടല്ലോ. വാ 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 വാ, നീയും വാടാ. നിനക്കെന്താടാ ആർത്തി മൂത്തു വട്ടായോ? അച്ഛനെന്താ പണിയെന്ന് നിനക്കറിയില്ലേ? പിന്നെന്തിനാ എടുത്തു ചോദിക്കുന്നത്? എനിക്കറിയില്ല എന്റെ അമ്മേ. എന്റെ അറിവില് അച്ഛനിപ്പോ ഒരു പണിയുമില്ല. സെക്യൂരിറ്റി പണിയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും അച്ഛൻ പറ്റിച്ചോണ്ടിരിക്കുക. നിനക്കെന്താടാ ഭ്രാന്ത് തന്നെയാണോ? അമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഡെയിലി ഭക്ഷണവും പൊതിഞ്ഞു കെട്ടി ഭർത്താവിനെ ജോലിക്ക് അയക്കുന്ന ആളല്ലേ എന്റെ അമ്മ. അമ്മേ, ഇന്ന് അച്ഛന്റെ കയ്യിൽ കുറെ ഭക്ഷണപ്പൊതികൾ അമ്മ കൊടുത്തു വിട്ടിരുന്നില്ലേ? അത് കൊടുത്തയച്ച എന്തിനാ? അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന 3 പേരില്ലേ, അവർക്ക് കൊടുക്കാൻ. എന്നാലേ ആ ഭക്ഷണം കഴിച്ചത് അവരല്ല. പിന്നെ ആരാടാ?
അതിനുത്തരം പറയേണ്ടതേ അച്ഛനാ. എന്താ മാധവേട്ട ഇവനീ പറയുന്നേ? അമ്മേ, അമ്മ കൊടുത്തുവിട്ട പൊതിച്ചോറുകൾ വിൽക്കാനാണോ അമ്മ കൊടുത്തയച്ചത്? വിൽക്കാനോ? മാധവേട്ടനോടൊപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് കൊടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നാലേ എല്ലാവരും കേട്ടോ. അച്ഛൻ ആ ഭക്ഷണപ്പൊതികളെല്ലാം വിറ്റു. പൊതിച്ചോറ് വിൽപ്പന ഒരൂണിന് 40 രൂപ. വഴിവക്കില് പൊതിച്ചോറ് വിറ്റ് പണം വാങ്ങുന്ന വീഡിയോ ഞാൻ എന്റെ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. കാണോ? ദാ. സത്യമാണോ ഇത്? പരമാധവേട്ട, സത്യമാണോ ഇത്? അതെ, എന്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട ഞാൻ ആർക്കാ ചന്ദ്രു നീ തന്നുവിട്ട ഭക്ഷണപ്പൊതി കൊടുക്കേണ്ടത്? ചന്ദ്രിക ഉണ്ടാക്കി തന്നുവിട്ട ആഹാരം കളയണ്ടെന്ന് കരുതി വിൽക്കേണ്ടി വന്നു. മാനത്തെ കൊട്ടാരം